so yummy. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൈഹാസ് കിച്ചൻ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്നോട് കുറച്ച് ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മന്തി റെസിപ്പി ഇടാവോ എന്ന്. അതുകൊണ്ട് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മന്തി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ മന്തി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് പട്ട, കുരുമുളക്, ചെറിയ ജീരകം, മാഗി ക്യൂബ്, പച്ചമല്ലി, പൂവ്. നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മല്ലി, പിന്നെ ഇതിലേക്ക് ഒരു 4-5 ചെറിയ കഷ്ണം പട്ട, ഒരു 5-6 പൂവ് എന്നിവയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു 3 മാഗി ക്യൂബ്. ഞാൻ 1.5 കിലോ ചിക്കനിലേക്കുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ 1.5 കിലോ ചിക്കനിലേക്ക് നമുക്ക് 3 മാഗി ക്യൂബാണ് വേണ്ടത്. അതൊന്ന് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മസാല കുഴച്ച് വെക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ മന്തി മസാലയാണ്. അതുപോലെ തന്നെ ഒരു നുള്ളു ഫുഡ് കളർ തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനൊരു കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താണ്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വേറെ പൊടികളൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ഉപ്പും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മാഗിയിൽ തന്നെ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ ഇതൊന്ന് നമ്മുടെ ചിക്കനൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാലയും ഓയിലൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മല്ലിയും കുരുമുളകൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ വേണമെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ എന്നെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റൈസാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാനൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം അടുപ്പത്തേ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരാനാവുന്ന സമയത്ത് കുറച്ച് കുരുമുളക്, പട്ട, പൂവ്, അതേപോലെ തന്നെ 2 ഉണക്ക നാരങ്ങ, കുറച്ച് മല്ലി, പച്ചമല്ലി എന്നിവയാണ് നമ്മൾ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമല്ലി ഒന്നും ഇഷ്ടമില്ലാത്തവർ അത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 കിലോ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ അരി ഞാൻ 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഒരു 3-4 തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂടി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ ഫുള്ള് കുക്കാവരുത്. നമ്മുടെ റൈസ് ഫുള്ള് കുക്കായി പോകരുത്. ഒരു ഏകദേശം ഒരു 90% കുക്കായാൽ മതി. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ആ മന്തി റൈസ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി റൈസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ റൈസ് ഇതാ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കട്ടയൊന്നും പിടിച്ചിട്ടില്ല. ഇപ്പോൾ വിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഈ റൈസൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളയണം.
റൈസ് നമുക്കൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കനൊന്ന് നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചിക്കൻ കുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരത്തെ ഊറ്റി വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ റൈസ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് രീതിയിൽ നമുക്ക് നമ്മുടെ മന്തി കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളമായിട്ട് മിക്സ് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മന്തിക്കൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റൈസിൽ നിന്ന് മാറ്റി വെച്ചിരുന്ന 2 ഡ്രൈ ലെമൺ കൂടെ നമുക്കിതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇങ്ങനെ വെച്ച് കൊടുക്കണം നിർബന്ധമല്ല. നമുക്ക് നേരത്തെ റൈസ് വേവിക്കുന്ന സമയത്ത് ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. ഇതേപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.